മാല മോഷ്ടിച്ചെന്ന കള്ളപ്പരാതിയിൽ ദളിത് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട എസ്ഐക്ക് സസ്പെൻഷൻ. SD പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. എസ്ഐക്കെതിരായ നടപടിയിൽ സന്തോഷമെന്ന് ബിന്ദു പ്രതികരിച്ചു. കള്ളപ്പരാതി നൽകിയ വീട്ടുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനമെന്നും ബിന്ദു പറഞ്ഞു. കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുൻപ് ബിന്ദുവിന്റെ പ്രതികരണത്തിലേക്ക്. സന്തോഷമുണ്ട്. നീതി ലഭിച്ചോ? ലഭിക്കും. കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ നടപടി വേണ്ടേ? നടപടി വേണം. എസ്ഐയുടെ സസ്പെൻഷൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേട്ടതിൽ സന്തോഷമുണ്ട്. ഈ നിയമപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും, പരാതികളുമായി മുന്നോട്ട് പോകും. വളരെ വളരെ സന്തോഷമുണ്ട്. പരാതിക്കാരി ഓമന ഡാനിയലും ഇനി പ്രസിഡന്റ് പറഞ്ഞ SI വേറൊരു പോലീസുകാരോട് പേരറിയില്ല. ഇതേപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. ഇനിയും രണ്ടുപേരും കൂടെ ഉണ്ട്. അവര് നടപടി വേണം. നടപടി എടുത്തേ പറ്റൂ. കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. കമലേഷ്, നീതി ലഭിച്ചു എന്ന് ബിന്ദു പറയുന്നുണ്ട്. അത് ആ സ്ത്രീക്ക് അപ്പോൾ ലഭിച്ച ഒരു ആശ്വാസത്തിൽ നിന്നുള്ള മറുപടിയാകണം. കാരണം അവരുടെ മനസ്സിനേറ്റ മുറിവ് അത്രയേറെ ആഴത്തിലുള്ളതാണ്. ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുക, ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നിർത്തുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അത്രക്കേറെ മുറിഞ്ഞുപോയ ഒരു സ്ത്രീയാണ്. അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് നിയമ നടപടികളുമായിട്ട് അവർ പോകാനിരിക്കുന്നത്? വിനിഷ, ഈ വിഷയത്തിൽ അവർ നിലവിലെ നടപടികളിൽ തൃപ്തയാണ് എന്നുള്ളതാണ് അവർ കൃത്യമായി പറയുന്നത്. പക്ഷേ അതേസമയം ഈ SIക്കൊപ്പം തന്നെ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരും തന്നെ വളരെ മോശമായി തന്നോട് പെരുമാറിയിരുന്നു, തെറി വിളിച്ചിരുന്നു, തന്നോട് അപമര്യാദയായി പെരുമാറിയിരുന്നു. അവർക്കെതിരെ കൂടി നടപടി വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയായിട്ടുള്ള ഈ മാല മോഷണം പോയി എന്ന തരത്തിൽ പരാതി നൽകിയ വീട്ടുടമയുണ്ട്, ഓമന ഡാനിയൽ. അവർക്കെതിരെ മാനനഷ്ട കേസ് നൽകാനാണ് ഇപ്പോൾ ബിന്ദു തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബം ആ നിലയിലാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അവരുടെ അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ മോശമായ ഒരു അനുഭവമാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ ബിന്ദുവിന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ അന്വേഷണത്തിൽ, അതായത് പ്രാഥമികമായ ഒരു അന്വേഷണം, വകുപ്പ് തല അന്വേഷണം നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് മറ്റ് അന്വേഷണത്തിന്റെ മുന്നോടിയായുള്ള ഒരു സസ്പെൻഷനാണ് ഇപ്പോൾ ഉള്ളത്. അന്വേഷണ വിധേയമായാണ് ഇപ്പോൾ SI പ്രദീപിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് വളരെ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന നിലയിലുള്ള പോലീസിംഗ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. പക്ഷേ അതിന് ചില പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത്തരം ഒരു പുഴുക്കുത്തായിട്ട് വേണം ഇതിനെ, ഈ വിഷയത്തെ കാണാൻ. ഏതായാലും ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ ഇവരുടെ ഒരു ക്രൂരത എന്ന് പറയുന്നത്, ഈ മോഷണം പോയ മാല ഈ പരാതിക്കാരിയായ വീട്ടുടമയുടെ വീട്ടിൽ നിന്ന് തന്നെ പിന്നീട് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ പോലും ഈ മാല തിരികെ കിട്ടിയെന്നോ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നോ ഒരു വാക്കുപോലും ഈ ബിന്ദുവിനോടോ കുടുംബത്തിനോടോ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് പോലും അവരോട് പറയുന്നു, അവരെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കുന്ന ഘട്ടത്തിൽ പോലും പറയുന്നത് ഇനി ഈ പരിസരത്ത് പോലും കണ്ടുപോയേക്കരുത് എന്നൊരു ഭീഷണിയാണ് ഈ കുടുംബത്തിനെതിരെ പോലീസ് മുഴക്കിയത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. ആ പരാതിയുടെ പിന്നാലെയാണ് ഇപ്പോൾ SIക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നിട്ടുള്ളത്. മറ്റ് 2 പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ കൂടിയാണ് ഇവരുടെ തീരുമാനം. വിനിഷ. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.